ഈ നിന്ന് ബൗൾ ചെയ്യുന്നത് ശ്രീലങ്കയുടെ പഴയ താരം മുത്തയ്യ മുരളീധരന്റെ കൊച്ചുമോനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഒന്ന് പറയാം, ഇന്ത്യ വേൾഡ് കപ്പ് പൊക്കിയ വർഷം, അതായത് 1983, ആ വേൾഡ് കപ്പിനെ ആസ്പദമാക്കി മലയാളത്തിൽ നിവിൻ പോളിയെ നായകനാക്കി ഒരു സിനിമ ഇറങ്ങി. 1983 എന്നാണ് ആ സിനിമയുടെ പേര്. എന്നാൽ ആ സിനിമയിലെ നായകൻ നിവിൻ പോളിയാണെങ്കിൽ അതേ സിനിമയിലെ ജീവിതത്തിലെ നായകൻ ഇദ്ദേഹമാണ്. കാണുക എങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ക്രിക്കറ്റ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയെന്ന്. ഇവിടെ ഓരോ ഇവന്റെ കൂടെ കളിക്കുന്ന ഓരോ പിള്ളേർ കളിക്കുന്നത് 15,000, 20,000, 25,000 രൂപയുടെ ബാറ്റൊക്കെയാണ് ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്നോട് കോച്ച് പറയും, ചേട്ടാ അവന് നല്ലൊരു ബാറ്റ് വേണ്ടേ. ഞാൻ പറയും ഇപ്പൊ ഉള്ളതിട്ട് കളിക്കട്ടെ എന്നൊക്കെ പറയാം. അങ്ങനെ അവസാനം അവന്റെ ശല്യം സഹിക്കാൻ, കോച്ചിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ EMI ഇട്ട് 5,500 രൂപ അതിന് EMI ഇടാം. അല്ല എന്റെ അച്ചടിക്ക് ഒന്നും അത്രയും പൈസ എടുക്കാൻ വരത്തില്ല. കാര്യം ഒരു മാസം അതെ, നമ്മുടെ ഈ കരുനാഗപ്പള്ളിയില് മുത്തയ്യ മുരളീധരന്റെ ഒരു കൊച്ചുമോനുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം ആ കൊച്ചുമോനെ. ഹായ്, എന്താ മോന്റെ പേര്? എന്റെ പേര് സന്ദേശ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തയ്യ മുരളീധരന്റെ കൊച്ചുമോൻ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ. അതായത് നമുക്കറിയാം, നമ്മുടെ പഴയ ശ്രീലങ്കൻ താരം മുത്തയ്യ മുരളീധരൻ ബോളർ, അദ്ദേഹത്തിന്റെ കറക്റ്റ് ബോളിംഗ് ശൈലിയിലാണ് ഇദ്ദേഹം ബോളർ ചെയ്യുന്നത്. നല്ല അടിപൊളി ബോളറാണ് കേട്ടോ. ഞാനൊരു 5 ബോൾ ഫേസ് ചെയ്തു, ഒരു ബോൾ ഞാൻ ബോൾഡായി. നല്ല അടിപൊളി ലെഗ് സ്പിൻ ബോളാണ് ബോൾഡായത്. നല്ലപോലെ ബോൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. എന്തോ പേര്? എൻ്റെ പേര് സുനീഷ്. എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നതേ, ഒരു സിനിമയാണ്. ഈ സിനിമ ഇപ്പം കത്തി കാണുമല്ലോ. 98. അതെ, അതിൽ നിവിൻ പോളിയുടെ അദ്ദേഹത്തിനെ പോലെ ഒരാളെയാണ് ചേട്ടന് കാണാൻ കഴിയുന്നത്. അതായത് ആ ഒരു സിനിമ നമുക്കറിയാം, ഒരു അച്ഛൻ കഷ്ടപ്പെട്ട് മകനെ ഒരു നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ ഒരാളിനെയാണ് എനിക്ക് ചേട്ടനിൽ കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ മക്കളെ ഒരു കഴിവ് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? എനിക്ക് 2 മക്കളാണ്. അതിൽ മൂത്ത ആളാണ് നിയോക് സുനീഷ്. ഒരു ഏതാണ്ട് ഒരു 3.5-4 വയസ്സ് തൊട്ട് ഇയാളുടെ കഴിവ് ഞാൻ കണ്ട്. പ്ലാസ്റ്റിക് ബാറ്റ് ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയപ്പോഴേ നമ്മൾ കണ്ടതാണ്. അപ്പൊ അന്ന് തൊട്ട് അപ്പം ഇവിടെയുള്ള കളിക്കുന്ന നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം എന്നോട് പറഞ്ഞ്, ചേട്ടാ കോച്ചിങ്ങിന് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ സാമ്പത്തിക ബാധ്യത കാരണം, ബുദ്ധിമുട്ട് കാരണം ജോലി എന്താ? എന്തെങ്കിലും വെള്ളം മിനറൽ വാട്ടറിന്റെ സപ്ലൈ ആണ്. അതെല്ലാം നമ്മൾ ഈ ഫിഷിംഗ് മേഖലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവിടെ പണിയില്ലെങ്കിൽ നമ്മുടെ വെള്ള കച്ചവടം ഡൗൺ ആകും. പിന്നെ ഇതിനൊക്കെ പുറമെ എനിക്ക് സാമ്പത്തികപരമായിട്ട് ഒത്തിരി കടങ്ങൾ കിടക്കുന്നു. അച്ഛൻ ഞങ്ങൾ കുടുംബപരമായിട്ട് ബോട്ടൊക്കെ ഇട്ടതിന്റെ പേരിൽ അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തത്ര ഉണ്ട് കടങ്ങൾ. അതല്ലേ? അതിനിടയിൽ എങ്ങനെയാണ് മക്കളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇനി ക്രിക്കറ്റിലേക്ക് ഇതിനോട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പം, സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന ദുശീലങ്ങളിൽ നിന്നും പിള്ളേർക്കൊരു മോചനം ഇവർക്ക് ലഭിക്കണം. കാര്യം ഇവരെ ഓർത്ത് നാളെ എനിക്ക് കരയാനൊരിട വരും. തീർച്ചയായും ഇവരെ കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണമായി തീരണം. അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട പിള്ളേരുടെ ഒരു ലെവലിലേക്ക് പോകരുതെന്നൊരു ഭയങ്കര ഒരു ആത്മാർത്ഥതയുണ്ട്. ഇവര് സാമ്പത്തികമായിട്ട് എനിക്കൊന്നും എനിക്ക് തോന്നുന്ന കാര്യം, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും കടത്തിൽ നിൽക്കുന്ന അവസ്ഥയിലും മക്കൾക്ക് വേണ്ടി, മക്കളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി അച്ഛൻ കഷ്ടപ്പെട്ട് കോച്ചിങ് സെന്ററിലാക്കുന്നു, അവിടെ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. വെരി ഗുഡ്, നല്ല കാര്യം കേട്ടോ. എന്താണ് മോനെ പറയാനുള്ളത്? അച്ഛന് നല്ലൊരു കാര്യമാണ്. എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് കളിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എന്നെ അവിടെ ക്ലബിൽ കൊണ്ടാക്കി. അച്ഛന്റെ ആഗ്രഹം പോലെ വളർന്നു വരും. കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്. എന്താണ് ചെയ്യുന്നത്? ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ? ബാറ്റിംഗ് ആണ്. ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച ഏത് കളിയിലാണ്? 85 അടിച്ച കളി. 85 അടിച്ചിട്ടുണ്ട്. ഏത് ടീമിന് വേണ്ടിയിട്ട്? ടൗൺ ക്ലബിൽ ഞാൻ ടൗൺ ക്ലബിൽ കളിച്ചത്. പക്ഷെ കായംകുളത്തുള്ള ഒരു ടീമിനെതിരെ കളിച്ച് 85 അടിച്ചിട്ടുണ്ട്. അടിപൊളി. ഈ മോനെ കുറിച്ച് എന്താ പറയാ? എന്താണ് സംഭവം? ഇവന് ചേട്ടനെ സഹായിക്കാൻ വേണ്ടി ബോളിംഗ് ചെയ്ത് ഇപ്പൊ ഞാൻ എപ്പോഴും കാണത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടന് നീ ഹോൾഡ്, നീ ബോൾ ഇട്ട് കൊടുക്കണം. അപ്പൊ എനിക്ക് അറിയത്തില്ല അച്ചൂസ് എന്നൊക്കെ പറയാൻ. അച്ചൂസ് എന്ന 2 പേര് വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞ് പഠിക്കെന്ന് പറഞ്ഞു. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് തുടങ്ങിയപ്പോ, പേസ് ബോൾ എറിയാൻ തുടങ്ങിയപ്പോ ഇവന്റെ ഒരു ആക്ഷനിൽ ഒരു പ്രത്യേകത ഞാൻ കൗശിക് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എല്ലാരും പറഞ്ഞാൽ ഇത് വലിയൊരു കാര്യം. പക്ഷെ ഇവന് ഒത്തിരി പെയിൻ വരുമായിരുന്നു. എങ്കിലും ഞങ്ങൾ റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ എറിയുന്നുണ്ട്. ഇപ്പൊ ഏത് കളിക്ക് പോയാലും ഈ ബോളിംഗ് നിലവാരത്തിൽ നല്ലൊരു വിക്കറ്റ് വേട്ടക്കാരനായിട്ടാണ്. ഹയസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് കുറഞ്ഞ ടീം അണ്ടർ 14 ഒക്കെ കൂടെ കളിച്ചപ്പോഴേ എടുത്തിട്ടുള്ളൂ. ഇവന് 10 വയസ്സാകുന്നതേ ഉള്ളൂ. ഇയാളും ബോളിംഗ് ആൻഡ് ബാറ്റിംഗ് ആണ്. തീർച്ചയായും നാളെയുടെ പ്രതീക്ഷകളാണ് ഈ മക്കൾ, അല്ലെ? എന്താണ് മോന്റെ ആഗ്രഹം? എനിക്ക്
ഇന്ത്യൻ പ്ലെയർ ആവണം, കളിച്ച് വളർന്ന് ഇന്ത്യൻ പ്ലെയർ ആണെന്ന് എന്റെ ആഗ്രഹം. എന്നിട്ട് നാട്ടുകാരെല്ലാരും എനിക്ക് സഹായിക്കണം. ആഹാ, അടിപൊളി. ഇപ്പോഴേ സഹായം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്താണ് മോന്റെ ആഗ്രഹം? കളിക്കുക തന്നെ. ഓക്കെ, എനിവേ എന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചേട്ടൻ കുറച്ച് കടത്തിലും പ്രശ്നത്തിലൊക്കെയാണ്. അപ്പോൾ ഇവരെ നല്ലപോലെ നല്ല കോച്ചിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ നല്ലൊരു ക്ലബിലേക്ക് ആക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. എന്നാൽ ഇവർ നല്ല പ്ലെയേഴ്സും ആണ്. ഇവർ താമസിക്കുന്നത് കരുനാഗപ്പള്ളി, സ്ഥലത്തിന്റെ പേരെന്താ? ആയിരന്തെങ്ങ്. ഈ കടപ്പുറത്തോട് ചേർന്ന സ്ഥലമാണ്, ആയിരന്തെങ്ങിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ മക്കളെ പഠിപ്പിച്ച് നല്ലപോലെ നമുക്ക് വളമൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമ്മുടെ നാടിന് തന്നെ പ്രതീക്ഷയാണ്, അഭിഭാഗം ക്രമം തന്നെയാണ്. തീർച്ചയായും അങ്ങനെയുള്ള ആളുകളെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചേട്ടന് കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അങ്ങനെ ഏതെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരെങ്കിൽ തീർച്ചയായും ഇവരെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ക്യാമറമാൻ കഹാറിനൊപ്പം ഷിബിൻ ഷാ, ന്യൂസ് കേരളം ടുഡേ.